Speaker sir, life is a tale told by an idiot, full of sound and fury, signifying nothing. ഷേക്സ്പിയറുടെ മക്ബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. ഷേക്സ്പിയർ ജീവിതത്തെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ജീവിതമെന്നാൽ വിഡ്ഢിയാൻ പറഞ്ഞ ഒരു കടങ്കഥയാണ്, നിറയെ ശബ്ദവും ബഹളവും, എന്നാൽ ഒരു കാര്യവുമില്ല. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റും KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റും ഇതേ രീതിയിലാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കേവലം പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും അല്ലാതെ ഒന്നുമില്ല. സർ, ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്, വാഗ്ദാനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഇന്ന് സൂര്യോദയ സമ്പദ്ഘടനയായി കേരളം മാറുകയാണെന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. സർ, ഇത് കേട്ടിട്ടാണ് തൊട്ടടുത്ത ബെഞ്ചിലിരുന്ന ഭക്ഷ്യമന്ത്രി കൈ പോലും കൊടുക്കാതെ ഇറങ്ങിപ്പോയത്. ഈ സഭ കണ്ട ഒരു കാര്യമാണ് സർ. ഭക്ഷ്യവകുപ്പിന് പ്രതിഷേധം, കൃഷി വകുപ്പിന് പ്രതിഷേധം, റവന്യൂ വകുപ്പിന് പ്രതിഷേധം. അത് ഡെപ്യൂട്ടി സ്പീക്കറുടെ പ്രസംഗം കേട്ടാൽ തന്നെ അവസാന ഭാഗം ഒഴിച്ചു നിർത്തിയാൽ ഈ ബഡ്ജറ്റിനോടുള്ള CPIയുടെ പ്രതിഷേധം വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. സാർ, കേരളത്തിൻ്റെ സമസ്ത മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കി അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് കേരളത്തെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്നതാണ് ബാലഗോപാലിൻ്റെ സൂര്യോദയം. സാർ, 8 വർഷം മുമ്പ് കണ്ട കേരളമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മുടെ പൊതുക്കടം 4,29,270 കോടി രൂപയായി വർദ്ധിച്ചു. സാർ, EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഗവൺമെൻറ്റുകൾ ഭരിച്ച കാലത്തുള്ള പൊതുക്കടം 1.9 കോടിയാണ്. കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും 1 ലക്ഷത്തിലേറെ കടക്കാരനായിട്ടാണ് ജനിച്ചു വീഴുന്നത്. സാർ, ഈ ബഡ്ജറ്റിൽ ഏറ്റവും വലിയ എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു കാര്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുതിയ ഉദാരവൽക്കരണ നയങ്ങളോടും നവർ ലിബറൽ സമീപനങ്ങളോടുമുള്ള സമീപനമാണ്. നിങ്ങളുടെ സമീപനം മാറിയോ എങ്കിൽ പറയണം. സ്വകാര്യ മൂലധനം വിദ്യാഭ്യാസ രംഗത്ത് വിദേശ മൂലധന നിക്ഷേപം വരുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? നിങ്ങളതിനെ അനുകൂലിക്കുന്നുണ്ടോ? നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ നിലപാടെന്തായിരുന്നു? ഇതിന് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നപ്പോൾ അതിനെ എതിർത്ത് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായി 5 പേർ മരിച്ചില്ലേ? ആ പുഷ്പനെയെങ്കിലും ബാലഗോപാൽ ഒന്ന് ഓർക്കേണ്ടതായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദേശ മൂലധന നിക്ഷേപം വേണമെന്നും സർവകലാശാലകൾ വേണമെന്ന് പറഞ്ഞ TP ശ്രീനിവാസൻ എന്ന ആഗോള പ്രശസ്തനായ വ്യക്തിയെ കരണത്തടിച്ച SFIക്കാരോട്, ആ കരണത്തടി കിട്ടിയ അദ്ദേഹത്തോട് മാപ്പ് പറയാനെങ്കിലും KN ബാലഗോപാൽ തയ്യാറാകേണ്ടതായിരുന്നു. സർ, ഇതിനോട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. സർ, ഞങ്ങൾ സ്വകാര്യ സർവകലാശാലകൾ, വിദേശ സർവകലാശാലകൾ അനുമതി നൽകുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ മറ്റ് രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം ചെയ്ത് കേരളത്തിൽ ഇപ്പം ജനങ്ങളില്ലാത്ത അവസ്ഥയിലേക്കാണ് മാറുന്നത്. സർ, ഇന്ന് ഇവിടെ ഡൽഹിയിലെ സമരത്തെപ്പറ്റി മുരളി ഇവിടെ പറയുകയുണ്ടായി. സർ, എന്തിനാണ് നിങ്ങൾ സമരം ചെയ്തത്? 7.5 വർഷക്കാലമായി മോഡിക്കെതിരെ മോഡി എന്ന പേരോ അമിത്ഷാ എന്ന പേരോ ഉച്ചരിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മുട്ടുവിറയ്ക്കുമായിരുന്നു. സാർ, ഒരിക്കലും അദ്ദേഹം അത് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 7.5 വർഷവും ഒരു സമരം ചെയ്യാൻ തയ്യാറായിട്ടില്ല. സാർ, ഡൽഹിയിൽ നടത്തിയ സമരം യൂണിയൻ ഗവൺമെന്റ് എന്നാ പറയുന്നത്, മോഡി ഗവൺമെന്റ് എന്ന് പറയില്ല, പേടിയാണ്. സാർ, യൂണിയൻ ഗവൺമെന്റ്, BJP ഗവൺമെന്റ് എന്ന് പറയില്ല, പേടിയാണ്. യൂണിയൻ ഗവൺമെന്റ് പുതിയൊരു പാദാവലി അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. യൂണിയൻ ഗവൺമെന്റ്. നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ പറഞ്ഞാൽ അത് വിവരമറിയും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറയാതിരുന്നതെന്ന് ഞങ്ങൾ അത് സംശയിച്ചു പോവുകയാണ്. ലാവ്ലിൻ കേസ് 38 തവണ മാറ്റിവെച്ചു. സുപ്രീം കോടതിയിൽ അന്ന് CBIയുടെ അഭിഭാഷകന് പനിയായിരിക്കും, അസുഖമായിരിക്കും, പിന്നെ എങ്ങനെ നരേന്ദ്രമോദിയുടെ പേര് പറയും? സാർ, 7.5 വർഷക്കാലമായി ഒരു സമരവും ഉണ്ടായില്ല, മോഡിക്കെതിരെ മിണ്ടിയില്ല. ഇവിടെ പ്രേമചന്ദ്രനെ പറ്റി പറഞ്ഞല്ലോ. പ്രേമചന്ദ്രൻ എന്ത് തെറ്റ് ചെയ്തു? പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി വിളിച്ചു, അദ്ദേഹം പോയി. ഞങ്ങളെ മുഖ്യമന്ത്രി വിളിക്കാറുണ്ട്, ഞങ്ങൾ പോത്തില്ലേ? ഇവിടെ നരേന്ദ്രമോദിക്ക് ആമാടപ്പെട്ടിയും കസവുതോർ മുണ്ടുമായി പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനായിരുന്നില്ലേ?
ആമാടപ്പെട്ടിയും കസവിനെരുതും കൊടുത്ത് ആറന്മുള കണ്ണാടിയും കൊടുത്ത് സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ചെയ്തിയെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സർ, ഇത്തവണ മുഖ്യമന്ത്രി വന്നപ്പോൾ, പ്രധാനമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് കാരണമായിരുന്നു. സർ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്? ഞാൻ അത്രേ പറയുന്നുള്ളൂ. സർ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സ്റ്റണ്ടാണ് നിങ്ങൾ ചെയ്തത്. സാർ, ഇവിടെ പറയുന്ന 57,000 കോടി രൂപയുടെ കടമെന്ന് പറയുന്നു. 57,000 കോടി രൂപ കേരളത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. സാർ, GST വളർച്ചാ നിരക്ക് 14% കുറവാണെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കും 5 വർഷത്തേക്ക്. നേരത്തെ തീരുമാനിച്ചതാണ്. സാർ, ഇവിടുത്തെ ധനകാര്യമന്ത്രി പറയുന്നു 16% വളർച്ച നേടി. പിന്നെ നമുക്ക് എങ്ങനെ GST കോമ്പൻസേഷൻ കിട്ടും? നീട്ടിയാൽ പോലും ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ കിട്ടിയ കേരളത്തിലാണ്, 53,000 കോടി. UDF ഗവൺമെന്റ് കാലത്ത് കിട്ടിയത് 9,000 കോടി മാത്രമാണ്. സാർ, ധനകാര്യ കമ്മീഷന്റെ നിലപാട് ശരിയല്ല എന്ന് ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. 14ാം ധനകാര്യ കമ്മീഷൻ 2.5% നമുക്ക് നൽകിയതെങ്കിൽ ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ 1.9% അത് കുറച്ചു. 1971 ജനസംഖ്യാ കണക്കായിരുന്നു എടുക്കേണ്ടത്. എടുത്തത് 2011 ജനസംഖ്യാ കണക്കാണ്. അതുകൊണ്ടാണ് നമുക്കിത് കുറഞ്ഞത്. സാർ, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ, നിങ്ങളിങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എടുക്കരുത്. നിങ്ങൾ കിഫ്ബിക്ക് വേണ്ടി എടുത്തത്, നിങ്ങൾ പെൻഷൻ കമ്പനിക്ക് വേണ്ടി എടുത്തത്, അവരെല്ലാം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ അന്ന് വിമർശിച്ചവരാണ് നിങ്ങൾ. ഇപ്പോഴെന്ത് സംഭവിച്ചു? കടമെടുപ്പ് പരിധി 3%. അത് വർദ്ധിപ്പിക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്ന കാര്യമാണ്. സർ, ഇവിടെ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. കേന്ദ്രത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. BJPക്കെതിരെ പോരാടുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സാർ, മോഡി ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് പോലെ തന്നെയാണ് മോഡി ഗവൺമെന്റും. 1 വർഷം കൊണ്ട് 2 കോടി ആളുകൾക്ക് ജോലി കൊടുക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ആർക്കെങ്കിലും ജോലി കിട്ടിയോ? 200 സ്മാർട്ട് സിറ്റികൾ ഇന്ത്യയിൽ ആരംഭിക്കും 2022 മുമ്പ്. എവിടെങ്കിലും ആരംഭിച്ചോ? പെട്രോൾ, ഡീസൽ ലിറ്ററിന് 35 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുത്തോ? 100 രൂപ കവിഞ്ഞു. കർഷകരുടെ വരുമാന വർധനവ് 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. വരുമാനം വർദ്ധിപ്പിച്ചോ? എല്ലാവർക്കും വീട് കൊടുക്കുമെന്ന് മോഡി പറഞ്ഞു. ആർക്കെങ്കിലും കൊടുത്തോ? സർ, UPA ഗവൺമെന്റ് കർഷകരുടെ 60,000 കോടി രൂപ കടമെഴുതി തള്ളി. മോഡി ഗവൺമെന്റ് ചെയ്തത് 25 ലക്ഷം കോടി കോർപ്പറേറ്റുകളുടെ കടമെഴുതി തള്ളുകയാണ് ചെയ്തത്. കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ്. തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുകയാണ്. സൈന്യത്തിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാമെന്ന് കരുതിയാൽ ഇവരുടെ പുതിയ അഗ്നി പദ്ധതി കാരണം അതുപോലും കഴിയാത്ത അവസ്ഥയാണ്. സാർ, കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു. നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലത്തെ ഭരണം ഇന്ത്യയെ ദാരിദ്ര്യമുള്ള രാജ്യങ്ങൾ 111ാമത്തെ റാങ്കായി മാറ്റിയിരിക്കുന്നു. ദാരിദ്ര്യത്തിലേക്ക് ഇന്ത്യയെ നയിച്ച ഗവൺമെന്റാണ് മോഡി ഗവൺമെന്റ്. പണപ്പെരുപ്പം കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഗവൺമെന്റാണ് മോഡി ഗവൺമെന്റ്. മോഡി ഗവൺമെന്റ് സ്വീകരിക്കുന്ന അതേ നയം തന്നെയാണ് നിങ്ങളും ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും തൊഴിലുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്നുണ്ടോ? സംസ്ഥാനത്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനമായി കേരളം മാറുന്നു. ഗവൺമെന്റിന് ഒരു പരിപാടിയുണ്ടോ? പദ്ധതിയുണ്ടോ? സർക്കാർ ജീവനക്കാരുടെ നിങ്ങൾ 20% DA കൊടുക്കാനുണ്ടായിട്ട് നിങ്ങൾ കൊടുത്ത 1% DA ആണ്. സർക്കാർ ജീവനക്കാർ അനുഭവിക്കുന്ന പ്രയാസത്തിന് കയ്യും കണക്കുമുണ്ടോ സാർ? ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങളുടെ പ്ലാൻ ബി എന്താണ്? ജനങ്ങളെ പിടിയാനാണോ പ്ലാൻ ബി? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണോ പ്ലാൻ ബി? പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ നിങ്ങൾ ഒളിച്ചോട്ടം നടത്തുന്നു. സാർ, ഈ സംസ്ഥാനത്ത് ഇന്ത്യയിലും നരേന്ദ്രമോദി ഗവൺമെന്റും പിണറായി വിജയൻ ഗവൺമെന്റും ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഗവൺമെന്റുകളായെന്ന് വേണം കരുതുവാൻ. സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു. പാവപ്പെട്ടവന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു. അതിന് പരിഹാരം ഉണ്ടാകാതെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും മാത്രം വാരിക്കോരിക്കൊടുത്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെന്റുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് എടുത്താലും ബാലഗോപാലിന്റെ ബഡ്ജറ്റ് എടുത്താലും രണ്ടിടത്തും കാണാൻ കഴിയുന്നത് ജനവഞ്ചനയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ എതിർക്കുന്നു. എന്റെ വാക്ക് നിർത്തുന്നു സാർ.